മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. തിഹാർ ജയിലിന് പുറത്ത് വൻ സ്വീകരണമൊരുക്കി ആം ആദ്മി പ്രവർത്തകർ. കെജ്രിവാൾ പുറത്തിറങ്ങിയത് 5 മാസത്തെ ജയിൽവാസത്തിന് ശേഷം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കുന്നതിനും ഫയലുകൾ ഒപ്പിടുന്നതിനും കെജ്രിവാളിന് കോടതിയുടെ വിലക്ക്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി. JNUവിൽ അന്തിമോപചാരം അർപ്പിച്ച സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും. KG ഭവനിൽ പൊതുദർശനം നാളെ. അദ്ദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി വിട്ടു. കോഴിക്കോട് ഗർഭസ്ഥ ശിശുവിന് പിന്നാലെ അമ്മയും മരിച്ചത് ഏകരൂർ സ്വദേശി അശ്വതി. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകി. ആലപ്പുഴ കലവൂർ സുഭദ്ര വധക്കേസിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റിലായത് ഷർമിളയും മാത്യൂസും ബന്ധു റൈനോൾഡും. ക്രൂരമായി മർദ്ദിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നെന്ന് മൊഴി. മയക്കുമരുന്നെത്തിച്ച് നൽകിയത് റൈനോൾഡെന്നും പോലീസ്. RSS ADGP കൂടിക്കാഴ്ചയിൽ പരോക്ഷ പ്രതികരണവുമായി ഗോവ ഗവർണർ. രാഷ്ട്രീയത്തിൽ അയിത്തം കുറ്റകരം. ഒരാളെ കണ്ടുകൂടാ എന്ന് പറയുന്നത് ശരിയല്ലെന്ന് PS ശ്രീധരൻപിള്ള. രാഷ്ട്രീയ അയിത്തം കൽപ്പിക്കുന്നവർ കുറ്റക്കാരാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. K-ഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ക്രമക്കേട് കണ്ടെത്താനായില്ലെന്ന് നിരീക്ഷണം. സർക്കാരിന് ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നും കോടതി. നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF MLA മാർക്കെതിരായ കേസ് റദ്ദാക്കി ഹൈക്കോടതി.